നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ നവോത്ഥാനം ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന നവോത്ഥാന നായകനെ കുറിച്ചാണ്. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഈ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന് പറയുമ്പോൾ നമ്മൾ സിനിമയിൽ കേട്ടിട്ടുള്ള സാഗർ ഏലിയാസ് ജാക്കി എന്ന് പറയുന്ന പോലെ നമുക്ക് തോന്നും. ഒന്നുകിൽ സാഗർ അതല്ലെങ്കിൽ ജാക്കി എന്നാണ്. അതിൽ സിനിമയിലെ കഥാപാത്രമായ മോഹൻലാലിന്റെ പേര് നമുക്കറിയാം. അതേപോലെ ഇദ്ദേഹത്തിന്റെ പേരും ഇങ്ങനെ തന്നെയാണ്. കുര്യാക്കോസ് എന്നായിരുന്ന പേര്. അദ്ദേഹത്തിന്റെ ഈ കുടുംബ പേര് ചാവറ എന്നാണ്. അപ്പൊ കുര്യാക്കോസ് പുരോഹിത വൃത്തി സ്വീകരിച്ചുകൊണ്ട് കുര്യാക്കോസ് അച്ഛൻ എന്ന് അദ്ദേഹത്തെ എല്ലാവരും വിളിച്ചു. അതേപോലെ പള്ളിയിൽ അച്ഛൻ പട്ടമൊക്കെ നേടിക്കഴിയുമ്പോൾ കൂടുതലും ആൾക്കാർ അറിയപ്പെടുന്നത് കുടുംബ പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ചാവറ അച്ഛൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. നമ്മൾ ഇദ്ദേഹത്തെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ ഇദ്ദേഹത്തെ വിളിക്കുന്ന പേര് ചാവറയച്ചൻ എന്നാണ് വിളിക്കുന്നത്, അല്ലെ? അപ്പൊ ആരാണ് ചാവറയച്ചൻ എന്ന് നമ്മൾ അറിയണം. ചാവറയച്ചൻ അറിയപ്പെടുന്ന പേരെന്താണ്? ആ പുരോഹിത ശ്രേഷ്ഠൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി, അല്ലെ? അദ്ദേഹം ഒരു പുരോഹിത ശ്രേഷ്ഠനായിരുന്നു. പുരോഹിത ശ്രേഷ്ഠൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, അല്ലെ? അനുഗ്രഹീത പുരോഹിതൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അനുഗ്രഹീത പുരോഹിതൻ, അനുഗ്രഹീതനായ പുരോഹിതൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ആ ചാവറയച്ചൻ തന്നെയാണ് അനുഗ്രഹീതനായ പുരോഹിതൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതേപോലെയോ കേരളത്തിലുള്ള ഈ പുരോഹിതന്മാരെ നമ്മൾ വിളിക്കും വികാരി എന്നല്ല, വികാർ എന്ന പേരിലാണ് വിളിക്കുന്നത്. അപ്പം കേരളത്തിലെ വികാരി ജനറൽ എന്ന പേരിൽ അറിയില്ല. കേരളത്തിലെ വികാരി ജനറൽ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ചാവറ കുര്യാക്കോസ് അച്ഛനാണ്, അല്ലെ? ഇനി ഇതേപോലെ ഇദ്ദേഹം പോയ വഴികൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വ്യക്തിയാണ്, അല്ലെ? അപ്പൊ കാലത്തിന് മുന്നേ സഞ്ചരിച്ച നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ചാവറ കുര്യാക്കോസ് അച്ഛൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാവറയച്ചനെ കുറിച്ചാണ്, അല്ലെങ്കിൽ കുര്യാക്കോസ് അച്ഛനെ കുറിച്ചാണ്. അതുമല്ലെങ്കിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന നവോത്ഥാന നായകനെ കുറിച്ചാണ്. ഈ ക്ലാസ് എടുക്കുന്ന എന്റെ പേര് എന്താണെന്നറിയാലോ, ശ്രീറാം എന്നാണ് എന്റെ പേര്. അപ്പൊ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അല്ലെ? ഇദ്ദേഹം നവോത്ഥാന നായകനാണ്. ഇദ്ദേഹം പ്രവർത്തിച്ച മേഖല എന്ന് പറയുന്നത് എന്തായിരുന്നു? പുരോഹിതൻ എന്ന രീതിയിൽ ക്രിസ്തു മത പുരോഹിതനായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ഏതെന്ന് വെച്ചാൽ ക്രിസ്തു മത പ്രചാരകൻ എന്ന നിലയിൽ ഒരു പുരോഹിതനായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ചാവറ കുര്യാക്കോസ് അച്ഛൻ. അദ്ദേഹം ഒരു മതത്തിന്റെ പുരോഹിതൻ മാത്രമായിരുന്നില്ല, സമൂഹത്തിന് നന്മകൾ ചെയ്ത വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹം നമ്മൾ എന്താണ്, ഒരു നവോത്ഥാന നായകൻ എന്ന നിലയിൽ കണക്കാക്കുന്നു. അദ്ദേഹത്തിന്റെ നവോത്ഥാനം, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഏതെല്ലാം മേഖലയിലായിരുന്നു ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് നോക്കാം, അല്ലെ? ഇദ്ദേഹം വിദ്യാഭ്യാസപരമായിട്ടുള്ള മേഖലയിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെ? വിദ്യാഭ്യാസ രംഗത്ത് ചാവറയച്ചൻ കൈവച്ചിട്ടുണ്ട്. അതേപോലെ നോക്കിയാലോ, സാമ്പത്തിക രംഗമുണ്ടല്ലോ, സാമ്പത്തിക രംഗത്ത് ഇദ്ദേഹം കൈവച്ചിട്ടുണ്ട്. സാമ്പത്തിക രംഗത്ത് ഇദ്ദേഹം കൈവച്ചിട്ടുണ്ട്. അതേപോലെ നോക്കിയാലോ, സാഹിത്യ രംഗത്ത് ഇദ്ദേഹം കൈവച്ചിട്ടുണ്ട്, അല്ലെ? സാഹിത്യ രംഗത്ത് ഇദ്ദേഹം കൈവച്ചിട്ടുണ്ട്. പിന്നെയോ അച്ചടി രംഗത്തും ഇദ്ദേഹം കൈവച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തിന്റെ പുരോഗതിക്ക് കാരണമാകുന്ന അച്ചടി രംഗം, സാഹിത്യ രംഗം, സാമ്പത്തിക രംഗം, വിദ്യാഭ്യാസ രംഗം, നവോത്ഥാന രംഗം, പുരോഹിത രംഗം അല്ലെങ്കിൽ ക്രിസ്തുമത പ്രചരണ രംഗം, ഈ രംഗങ്ങളിലെല്ലാം കൈവച്ച നവോത്ഥാന നായകനാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന് പറയുന്നത് നമ്മുടെ ചാവറയച്ചൻ. ഈ ചാവറയച്ചന്റെ ജീവിത കാലഘട്ടം നമുക്കറിയാം, അല്ലെ? 1805 ജനിച്ച ചാവറയച്ചൻ മരണമടയുന്നത് 1871 അപ്പൊ 1805 ജനിച്ച ചാവറയച്ചൻ 1871 മരണമടയുമ്പോൾ 66 വയസ്സായിരുന്നു പ്രായം. ഈ 66 വയസ്സിനിടയിൽ അദ്ദേഹം ചെയ്തു വെച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്നത് ആരെന്ന പേരില്ല, വിശുദ്ധ ചാവറയച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലെ? വിശുദ്ധ ചാവറയച്ചൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 2014 നവംബർ മാസം 23-ാം തീയതി, അല്ലെ? 23rd November 1914 ഹി വാസ് കാനനൈസ്ഡ്, അല്ലെ? കാനനൈസ്ഡ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയാണ്, അല്ലെ? വിശുദ്ധൻ എന്ന പദവിക്ക് നമ്മൾ പറഞ്ഞ കാനനൈസ്ഡ് എന്ന് പറയും. കാനനൈസ്ഡ്, ഹി വാസ് കാനനൈസ്ഡ് ബൈ ആരാണ്? പോപ്പ് ഫ്രാൻസിസ് സേവിയർ ആണ്. അപ്പൊ ഫ്രാൻസിസ് സേവിയർ മാർപ്പാപ്പ, അല്ലെ? ഫ്രാൻസിസ് മാർപ്പാപ്പ, ഫ്രാൻസിസ് സേവിയർ പറയാൻ പറ്റില്ല, ഫ്രാൻസിസ് ഒന്നാമൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഫ്രാൻസിസ് ഒന്നാമൻ മാർപ്പാപ്പ, ഫ്രാൻസിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മാർപ്പാപ്പ ഫ്രാൻസിസ് ഒന്നാമൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പദവി അല്ലെങ്കിൽ കാനനൈസ്ഡ് ചെയ്ത നവോത്ഥാന നായകനാണ് ആരെന്ന് പറയുന്നത്
നമ്മുടെ ചാവറയച്ചൻ. ചാവറയച്ചനെ മാത്രമല്ല ഇത് ചെയ്തത്, ഈ കൂടെ ഏവുപ്രാസ്യമ്മ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ അമ്മയുണ്ട്. ഏവുപ്രാസ്യമ്മ, തൃശ്ശൂരിലുള്ള ഏവുപ്രാസ്യ അമ്മ. അപ്പൊ ഏവുപ്രാസ്യ അമ്മയെയും അതേപോലെ നമ്മുടെ ചാവറയച്ചനെയും വിശുദ്ധ പദവിയിലേക്ക് മാർപ്പാപ്പ ഫ്രാൻസിസ് ഒന്നാമൻ റോമിൽ വെച്ച് പ്രഖ്യാപിച്ചത് 2014 നവംബർ മാസം 23 തീയതിയാണ് വിശുദ്ധ പദവി കിട്ടുന്നത്. ഈ വിശുദ്ധ പദവി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനു മുൻപ് മറ്റൊരു പദവി കിട്ടണം, വാഴ്ത്തപ്പെട്ടവൻ എന്ന പദവി കിട്ടണം. വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്ന പേരെന്താണെന്നറിയാവോ? ബീറ്റിഫൈഡ് എന്നാ പറയുന്നത്. ബീറ്റിഫൈഡ്. അപ്പൊ ചാവറയച്ചൻ അല്ലെങ്കിൽ ചാവറ കുര്യാക്കോസ് വാസ് ബീറ്റിഫൈഡ് ബൈ ആരാണ്? അന്നത്തെ മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ പേര് ജോൺ പോൾ രണ്ടാമൻ എന്നായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാൽ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത് ഫെബ്രുവരി മാസം 8, 1986. 1986 ഫെബ്രുവരി മാസം 8 തീയതി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇദ്ദേഹത്തെ മാന്നാനത്ത് വെച്ചാണ് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത്. ഒറ്റയ്ക്കല്ല, കൂടെ ഒരാളുണ്ടായിരുന്നു. അതായിരുന്നു അൽഫോൺസ അമ്മ. അൽഫോൺസ അമ്മയോടൊപ്പം വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ച പുരോഹിതനാണ് ആര്? നമ്മുടെ ചാവറയച്ചൻ. അദ്ദേഹത്തെ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത് ജോൺ പോൾ മാർപ്പാപ്പ 1986 ഇത് പ്രഖ്യാപിച്ചതെങ്കിൽ 28 വർഷം കഴിഞ്ഞപ്പോൾ ഈ ചാവറയച്ചനെ വിശുദ്ധ പദവിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയുണ്ടായി. അത് ഉയർത്തിയത് മാർപ്പാപ്പയാണ്. ആ മാർപ്പാപ്പയുടെ പേരാണ് ഫ്രാൻസിസ് ഒന്നാമൻ മാർപ്പാപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേറെ ജനങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചാവറയച്ചന്റെ ജീവിതത്തിലേക്ക് നമുക്കൊരു യാത്ര നടത്തിയിട്ട് വരാം. ചാവറയച്ചൻ ജനിച്ചത് ഏത് വർഷമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? ചാവറയച്ചൻ ജനിച്ച വർഷം എന്ന് പറയുന്നത് 1805 ചാവറയച്ചൻ ജനിക്കുന്നത്. ഈ ചാവറയച്ചൻ ജനിച്ച സ്ഥലം ഏതെന്നറിയാവോ? എന്റെ ജില്ലയിലാണ്, ആലപ്പുഴ ജില്ലയിലാണ് അല്ലെ? ആലപ്പുഴ ജില്ലയിൽ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് കൈനഗിരി എന്നാണ്. അപ്പൊ ആലപ്പുഴയിലെ ആ കൈനഗിരി എന്ന സ്ഥലത്താണ് നമ്മുടെ ചാവറയച്ചൻ ജനിക്കുന്നത്. ഒരു സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചത്. ആ സ്ഥലം ഇന്നറിയപ്പെടുന്ന പേര് ചാവറ ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ചാവറ ഭവനിൽ ഇദ്ദേഹം ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ദൈവവിളി ഉണ്ടായി. ഇദ്ദേഹത്തെ ജ്ഞാനസ്നാനം ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ മാമോദീസ മുഖ്യ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അത് ചേന്നങ്കിരി പള്ളി എന്നാണ് പറയപ്പെടുന്നത്. ചേന്നങ്കിരി. അപ്പൊ ചേന്നങ്കിരി പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ചേന്നങ്കിരി പള്ളിയിൽ വെച്ചിട്ടാണ് നമ്മുടെ ചാവറയച്ചനെ മാമോദീസ മുക്കുന്നത് അല്ലെങ്കിൽ ജ്ഞാനസ്നാനപ്പെടുത്തുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദൈവവിളി ഉണ്ടായി. ദൈവവിളി ഉണ്ടാവുക എന്ന് വെച്ചാൽ എന്താണ്? പുരോഹിത വൃത്തിയിലേക്ക് തിരിയുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ നമ്മുടെ ചാവറയച്ചൻ പൗരോഹിത്യം എന്ന ആ ഒരു കടമ നിർവഹിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? അദ്ദേഹത്തിന്റെ സഭ, ഇപ്പൊ ചാവറയച്ചന്റെ സഭയുടെ പേര് ചോദിച്ചാൽ നമുക്ക് മറക്കാൻ പാടില്ല, സീറോ മലബാർ സഭയാണ് കേട്ടോ. സീറോ മലബാർ സഭയാണ്. അപ്പൊ സീറോ മലബാർ സഭയിലെ വൈദിക വൃത്തിയിലേക്ക് തിരിയുവാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ സീറോ മലബാർ സഭയിൽ ഇദ്ദേഹം ഒരു പുരോഹിതനായിട്ട് വരുന്നു. അദ്ദേഹത്തിന്റെ പൗരോഹിത്യ പഠനങ്ങളെല്ലാം പൂർത്തിയാക്കി 24-ാമത്തെ വയസ്സിൽ, അതായത് 1829 എന്ന വർഷമാണ്. 1829 ഇദ്ദേഹം എന്താണ്? സെന്റ് ആൻഡ്രൂസ് പള്ളി ഉണ്ട് അല്ലെ? സെന്റ് ആൻഡ്രൂസ് പള്ളി അത് എവിടെയാന്ന് ചോദിച്ചാല് അതും ഞങ്ങളുടെ നാടാണ്. ചേർത്തലയില് അർത്തുങ്കൽ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്. അർത്തുങ്കൽ പള്ളി. ചേർത്തലയിലെ അർത്തുങ്കൽ പള്ളി എന്ന് പറയുന്ന സെന്റ് ആൻഡ്രൂസ് ചർച്ചിലാണ് നമ്മുടെ ചാവറയച്ചൻ ആദ്യമായിട്ട് കുർബാന കൈക്കൊള്ളുന്നത്, അല്ലെ കുർബാന നടത്തുന്നത് ഈ ഒരു പള്ളിയിലാണ്. പിന്നീട് അദ്ദേഹം ക്രിസ്തു മതത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടും പൊതുജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഒരുപാട് പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളാണ് ക്രിസ്തുമത പ്രചാരകൻ എന്ന നിലയിൽ, അല്ലെ ക്രിസ്തുമത പ്രചാരകൻ എന്നുള്ള നിലയിൽ ചാവറയച്ചന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ്? ഇദ്ദേഹം കുറച്ച് സംഘടനകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സംഘടന ഏതെന്ന് ചോദിച്ചാല് അല്ലെ അമലോത്ഭവ ദാസ സംഘം എന്ന് പറഞ്ഞ ഒരു സംഘടന അച്ഛൻ്റെതായിട്ടുണ്ട് അല്ലെ? അമലോത്ഭവ ദാസ സംഘം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അമലോത്ഭവ ദാസ സംഘം എന്ന് പറഞ്ഞ ഒരു സംഘടന ആരുടേതാണ്? അത് ചാവറയച്ചൻ്റെതാണ്. അപ്പോൾ ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ചാൽ സമുദായത്തിന്റെ ഉന്നമനം, സമുദായത്തിനകത്തുള്ള ചില പ്രവർത്തനങ്ങളുമാണ്. അങ്ങനെ അമലോത്ഭവ ദാസ സംഘം എന്ന പേരിൽ ഒരു സംഘടന ചാവറയച്ചൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ അദ്ദേഹം ചെയ്ത മറ്റൊരു പ്രവർത്തനം എന്ന് വെച്ചാൽ മറ്റൊരു സംഘടന രൂപീകരിക്കുകയായിരുന്നു. ആ സംഘടന രൂപീകരിക്കപ്പെട്ടത് 1831 ഈ സംഘടനയുടെ പേരാണ് CMI സഭ എന്നാണ് അറിയപ്പെടുന്നത്.
അപ്പൊ CMI സഭ എന്തെന്ന് ചോദിച്ചാല് ഈ പൗരോഹിത്യ വൃത്തിയിലേക്കൊക്കെ ഉൾവിളി കിട്ടുന്ന ആളുകൾക്ക് പഠിക്കുന്നതിനായിട്ടുള്ള ഒരു കൂട്ടായ്മ. നമ്മൾ പറയത്തില്ല സന്യാസി സമൂഹമാണ് ഈ CMI സഭ എന്ന് പറയുന്നത്. അങ്ങനെ CMI സഭ എന്ന് വെച്ചാൽ കോൺഗ്രഗേഷൻ അല്ലെ, അല്ലെങ്കിൽ എന്തായിരിക്കാം കോർമലൈറ്റ്സ് അല്ല, കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. നമുക്ക് കാർമലൈറ്റ്സ് ആണ് കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന പേരിൽ ഒരു സംഘടന, അതാണ് CMI സഭ എന്ന് പറയുന്നത്. അതായത് പള്ളിയിലെ അച്ഛൻ ആയി മാറുക എന്ന പദവിക്ക് പഠിക്കാൻ വരുന്ന ആ ബ്രദേഴ്സ് ഉണ്ടല്ലോ, ആ ബ്രദേഴ്സിന് വേണ്ടുന്ന ഒരു കൂട്ടായ്മയാണ് CMI സഭ എന്ന് പറയുന്നത്. അപ്പൊ CMI സഭയുടെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് ചാവറ അച്ഛനാണ്. ഇത് കൂടാതെ അദ്ദേഹം മറ്റൊരു കൂട്ടായ്മ കൂടി ഉണ്ടാക്കി. അതാണ് 1866 CMC എന്ന് പറയുന്ന സഭ. ഈ CMC സഭ എന്ന് പറയുന്നത് സന്യാസിനികളാകാനായിട്ട് താല്പര്യമുള്ള ദേവദാസിയല്ല, ദൈവത്തിന്റെ ദാസിയായിട്ട് മാറുവാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ദൈവത്തിനോട് മണവാട്ടിയാകുവാൻ താല്പര്യമുള്ള ആളുകൾക്കുള്ള കൂട്ടായ്മയായിരുന്നു CMC എന്ന് പറയുന്നത്. CMC ആണ്, CMC അതായത് കോൺഗ്രഗേഷൻ മദേഴ്സ് ഓഫ് ദ കാർമലൈറ്റ്സ് ആണ്, സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രഗേഷൻ മദേഴ്സ് ഓഫ് ദ കാർമലൈറ്റ്സ് എന്നാ പറയുന്നത്. അതായത് ഒരു സന്യാസിനി സമൂഹമാണ്. അപ്പൊ സന്യാസിനി സമൂഹം എന്ന് പറഞ്ഞത് രൂപീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ ചാവറയച്ചനാണ്. അതേപോലെ സന്യാസി സമൂഹമായ CMI രൂപീകരിച്ചതാണ് ചാവറയച്ചനാണ്. അങ്ങനെ CMI സഭയുടെയും അമലോത്ഭവ ദാസ സംഘത്തിന്റെയും രൂപീകരണത്തിലൂടെ ക്രിസ്തുമതത്തിന്റെ പ്രചരണം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അത് ചാവറയച്ചനാണ്. ഈ ചാവറയച്ചൻ പ്രധാനമായിട്ടും പ്രവർത്തിച്ചിട്ടുള്ള 2-3 ദേവാലയങ്ങളുണ്ട്. ഒന്ന് കൂനമ്മാവാണ്. എറണാകുളം ജില്ലയിലെ വരാപ്പുഴയിലുള്ള കൂനമ്മാവില് ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്, പുരോഹിതനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അർത്തുങ്കൽ പള്ളിയിൽ പുരോഹിതനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെയോ മാന്നാനത്തും ഇദ്ദേഹം പുരോഹിതനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ മാന്നാനം, അർത്തുങ്കല്, അതേപോലെ കൂനമ്മാവ്, ഈ 3 സ്ഥലങ്ങളുമാണ്. അത് കോട്ടയം, എറണാകുളം, ആലപ്പുഴ, ഈ 3 ജില്ലകളിലാണ് സീറോ മലബാർ സഭയുടെ വികാരി ശ്രേഷ്ഠനായിരുന്ന, സീറോ മലബാർ സഭയുടെ പൗരോഹിത്യ ശ്രേഷ്ഠസ്ഥാനം വഹിച്ചിരുന്ന ചാവറയച്ചൻ പ്രവർത്തിച്ച കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെയാണ് അദ്ദേഹം ക്രിസ്തുമത പ്രചാരകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം നമുക്ക് അടുത്ത് നോക്കി. അദ്ദേഹം അടുത്ത പ്രവർത്തനം നടത്തിയത് വിദ്യാഭ്യാസ മേഖലയിലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഇദ്ദേഹം പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമായിട്ട് ഇദ്ദേഹത്തിന് ഒരു വെളിപ്പേര് കിട്ടി. അതെന്തെന്നറിയാവോ? അതാണ് കേരള സാക്ഷരതയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. കേരള സാക്ഷരതയുടെ പിതാവ് അല്ലെ, കേരള സാക്ഷരതയുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കേരള സാക്ഷരതയുടെ പിതാവ് എന്ന് വിളിക്കുന്നതെന്ന് അറിയാവോ? അതിന്റെ കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇദ്ദേഹം ഒരുപാട് പള്ളികൾ സ്ഥാപിച്ചു. അതായത് പ്രധാനപ്പെട്ട പള്ളികൾ നമ്മൾ പറഞ്ഞത് ഈ പറഞ്ഞ മാന്നാനത്ത് അദ്ദേഹം പള്ളി സ്ഥാപിച്ചതായിട്ട് പറഞ്ഞു, കൂനമ്മാവിലും അദ്ദേഹം പള്ളിയൊക്കെ സ്ഥാപിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെയെല്ലാം പള്ളികളുണ്ടോ ആ പള്ളികളോടൊപ്പം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വേണം. അതാണ് പള്ളിയോടൊപ്പം ഒരു പള്ളിക്കൂടം അല്ലെ. പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്ന ആശയം ആര് മുന്നോട്ട് വെച്ചു എന്ന് ചോദിച്ചാൽ അത് ചാവറയച്ചൻ മുന്നോട്ട് വെച്ചതാണ് അല്ലെ. ദേവാലയത്തോടൊപ്പം വിദ്യാലയം വേണമെന്നുള്ള സന്ദേശം മുന്നോട്ട് വെച്ചതാണ്. അത് ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ചതാണ് അല്ലെ. ദേവാലയത്തോടൊപ്പം വിദ്യാലയം വേണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു. എന്നാൽ അതിനു മുൻപ് തന്നെ പള്ളിയോടൊപ്പം പള്ളിക്കൂടം വേണമെന്നുള്ള ആശയം പ്രചരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ചാവറ അച്ഛനാണ്, അല്ലെങ്കിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നുള്ള ആ പുരോഹിത ശ്രേഷ്ഠനാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? 2 സ്കൂളുകൾ സ്ഥാപിച്ചു. മാന്നാനത്ത് അല്ലെ, 1848 മാന്നാനം, അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കൂനമ്മാവ്, ഈ 2 പ്രദേശങ്ങളിലും അദ്ദേഹം ഒരു സ്കൂൾ സ്ഥാപിച്ചു. ഈ സ്കൂളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ സംസ്കൃത സ്കൂളായിരുന്നു. അപ്പൊ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ സംസ്കൃത സ്കൂളുകൾ രൂപീകരിച്ചത് എവിടെയാണെന്നും ആരാണെന്നുമുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് നമുക്ക് കിട്ടുന്നത്. 1848 മാന്നാനത്തും കൂനമ്മാവിലും സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് നമ്മുടെ ചാവറ കുര്യാക്കോസ് അച്ഛൻ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ചെയ്യുന്നത്. അതാണ് പിന്നീട് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്നുള്ള ആശയമായിട്ട് മാറ്റപ്പെട്ടത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏതെല്ലാം മേഖലയിലായിരുന്നു എന്നുകൂടി നമുക്കൊന്ന് നോക്കാം അല്ലെ. ഇദ്ദേഹം പ്രവർത്തിച്ച മേഖല സാമ്പത്തിക രംഗത്ത് പ്രവർത്തിച്ചു അല്ലെ. സാമ്പത്തിക രംഗം, അതായത് അന്നത്തെ കാലത്ത് പട്ടിണിയാണ്, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം പോലും ഇല്ല, ആഹാരം കഴിക്കാനുള്ള ഒരു വക പോലും എങ്ങും നിന്ന് കിട്ടാനില്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട വ്യക്തിയാണ്. അപ്പൊ എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രവർത്തനം? സേവിങ്സ് ഉണ്ടാക്കി കൊടുക്കുക, സേവിങ്സ് ഉണ്ടാക്കണം അല്ലെ, മിച്ചമുണ്ടാക്കണം.
മിച്ചം പല പല കാര്യങ്ങൾക്ക് ഉണ്ടാക്കണം. ജനങ്ങളുടെ കയ്യിൽ പൈസ മിച്ചമുണ്ടെങ്കിൽ മാത്രമേ ആ മിച്ചം പൈസ അവർ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു പല കാര്യങ്ങൾക്കുമായിട്ട് സംഭാവന ചെയ്യുകയുള്ളൂ. അപ്പോൾ അങ്ങനെ സംഭാവന ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ ഇദ്ദേഹം ആവിഷ്കരിച്ച ഒരു പരിപാടിയുണ്ട്. ആ പരിപാടി എന്തായിരുന്നു? പിടിയരി എന്ന് പറയുന്ന സമ്പ്രദായം. പിടിയരി എന്താണ്? പിടിയരി എന്ന് വെച്ചാൽ ഒരു പിടി അരി മാറ്റി വയ്ക്കണം. അതായത് വീട്ടിൽ ആഹാരത്തിനായിട്ട് കലം തേച്ച് കഴുകി വെള്ളമിട്ട് അരി ഇടണം. കഞ്ഞി വെക്കാനായിട്ട് അരി അളന്നെടുക്കുമ്പോൾ വീട്ടിലുള്ള അംഗങ്ങളുടെ അളവ് നോക്കിയിട്ട് എടുക്കും. എന്നിട്ട് അതിൽ നിന്ന് ഒരു പിടി മാറ്റി വയ്ക്കണം. എന്ന് വെച്ചാൽ അത് ആർക്കാണ്? അത് ക്ഷാമകാലം വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഉപയോഗിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലോ അത് ലേലം ചെയ്യുന്ന പള്ളിയുടെ അത്യാവശ്യ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ലേലം ചെയ്യുന്നതിലേക്ക് നീക്കി വയ്ക്കുക. അതായിരുന്നു പിടിയേരി സമ്പ്രദായം എന്ന് പറയുന്നത്. പട്ടിണിയും ദാരിദ്ര്യവും ഒഴിവാക്കുവാനായിട്ട് ചാവറയച്ചൻ കണ്ടെത്തിയ ഏറ്റവും മികച്ച ഒരു സേവിങ്സ് സ്കീം എന്ന് പറയുന്നത് പിടിയേരി സമ്പ്രദായം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പദ്ധതിയുണ്ട്. ആ രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത് കെട്ടതെങ്ങ് എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അല്ലെ, കെട്ടതെങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറമ്പിലെ തെങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? ആ പറമ്പിലെ തെങ്ങിൽ നിന്ന് നാളികേരം ഇങ്ങനെ വീഴുക, 5 10 തെങ്ങുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തെങ്ങ് എന്ന് പറയുന്നത് അവർ മാറ്റിവെച്ചേക്കും. അതുപോലെ പള്ളിയുടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് പിരിവിന് വരുന്ന ആളുകൾ പൈസ കൊടുക്കാനില്ലാത്തപ്പോൾ ചെയ്യുന്നവരുണ്ട്. ഒരു തെങ്ങ് 100 തെങ്ങുള്ള ആൾക്കാർ ഒന്നല്ലെങ്കിൽ 2 തെങ്ങ് എന്ത് ചെയ്യുന്നു? ഇന്ന ആവശ്യങ്ങൾക്ക് എന്നും പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തേക്കും. അതായത് പിരിവ് മൊത്തം അതിൽ നടന്നോളും. പണം എന്ന് പറയുന്നത് ആ തെങ്ങിൽ നിന്ന് കിട്ടുന്ന തേങ്ങ എന്നത് വിറ്റിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ ലേലം വിളിച്ച് കിട്ടുന്ന കാര്യം കൊണ്ട് അവിടെ പരിപാടി നടന്നോളും. അങ്ങനെ കെട്ടതെങ്ങ് എന്ന് പറഞ്ഞ പദ്ധതി ഇദ്ദേഹം കൊണ്ടുവന്ന പദ്ധതിയാണ്. അത് കൂടുതൽ ഗുണം ചെയ്ത പദ്ധതിയാണ്. മൂന്നാമതൊരു പദ്ധതി കൂടി ഉണ്ടായിരുന്നു. അതായിരുന്നു ഏത് പദ്ധതി? 100ക്ക് 5 എന്ന് പറഞ്ഞൊരു പദ്ധതിയാണ്. അല്ലെ, 100ക്ക് 5 എന്ന് പറഞ്ഞ ഒരു പദ്ധതിയാണ്. അപ്പൊ എന്താണ് 100ക്ക് 5 പദ്ധതി എന്ന് വെച്ചാൽ പൈസ ഇനി കൂടുതൽ കൈവശമുള്ള ആൾക്കാരുണ്ടാകാം. അല്ലെ, പൈസ കൈവശം കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? 100 രൂപ പള്ളിയുടെ ഈ പറയുന്ന സമ്പാദ്യ സ്കീമിലേക്ക് കൊടുക്കുക. പള്ളി എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഈ അച്ഛന്റെ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? CMA ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? 100 രൂപ വാങ്ങുന്ന ആളുകൾക്ക് ഒരു നിശ്ചിത കാലം കഴിയുമ്പോൾ 5 രൂപ പലിശയും കൂട്ടി അങ്ങോട്ട് കൊടുക്കാം എന്ന് പറയുന്നു. അതായത് പണം എന്ന് പറയുന്നത് നിഷ്ക്രിയമായി വെക്കാതെ സക്രിയമാക്കി വെക്കുക, അത് ചാക്രികമായിട്ട് കൈകാര്യം ചെയ്യുക, അത് സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ചാവറയച്ചൻ ആവിഷ്കരിച്ച പരിപാടിയാണ് നമ്മൾ ഈ പറയുന്ന പിടിയേരി സമ്പ്രദായം, കെട്ടതെങ്ങ് സമ്പ്രദായം, അതേപോലെ 100ക്ക് 5 എന്ന് പറഞ്ഞ പദ്ധതി. ഇതെല്ലാം അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കണക്കാക്കാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇദ്ദേഹത്തിന്റെ അച്ചടി എന്നുള്ള പരിപാടിയുണ്ട്. അച്ചടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു പ്രസ് ഇവിടെ ആരംഭിച്ചു. 1846 മാന്നാനം എന്ന സ്ഥലത്താണ് നമ്മുടെ ചാവറയച്ചന്റെ പ്രസ് വരുന്നത്. ആ പ്രസ് വരുമ്പോൾ വിദേശ സഹായം ഇല്ലാതെ കേരളത്തിൽ രൂപീകരിച്ച അല്ലെങ്കിൽ സ്ഥാപിതമാക്കപ്പെട്ട ആദ്യത്തെ പ്രസ്സായിരുന്നു. വിദേശ സഹായം ഇല്ലാതെ രൂപീകരിച്ച ആദ്യത്തെ പ്രസ്സായിരുന്നു ഈ പ്രസ്. അതൊക്കെ മുമ്പുള്ള പ്രസ്സുകളെല്ലാം വിദേശ സഹായത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട പ്രസ്സുകളാണല്ലോ. തലശ്ശേരിയിലെ ഇല്ലിക്കുന്നത്താണ് ആദ്യമായിട്ടൊരു പ്രസ് വരുന്നത്. ആ പ്രസ് എന്ന് പറയുന്നത് എന്താണ്? കല്ലച്ചാണ്. അവിടെ നിന്നാണ് ആദ്യമായിട്ട് നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ടൊക്കെ പത്രം അല്ലെങ്കിൽ രാജ്യസമാചാരം എന്നൊക്കെ പറയുന്നത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്, അല്ലെ. എന്നാൽ അത് കഴിഞ്ഞു വരുന്ന മറ്റൊരു പ്രസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ CMS പ്രസ് എന്ന് പറയുന്ന കോട്ടയത്തുള്ള CMS പ്രസ്സാണ്. അത് വിദേശ മിഷണറിമാരുടെ സഹായത്തോട് രൂപീകരിച്ച പ്രസ്സാണ്. എന്നാൽ ഈ പ്രസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള പ്രസ് ആയിരുന്നില്ല, വിദേശ സഹായമില്ലാതെ രൂപീകരിച്ച പ്രസ്സാണ്. ഇത് ചെലവ് കുറഞ്ഞ ഒരു മാർഗത്തിൽ രൂപീകരിച്ച പ്രസ്സാണ്. ഇത് അറിയപ്പെടുന്ന പേരെന്താണ്? വാഴത്തടം വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ല, എന്താണ് വാഴത്തടം വിപ്ലവം എന്ന് പറയുന്നത്? വാഴത്തട നമുക്കറിയാം, അല്ലെ. വാഴയുടെ കൊല വെട്ടി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിലാണ് വാഴത്തട എന്നാ പറയുന്നത്. ഈ വാഴ നെടുകെ കയറി കഴിയുമ്പോൾ അതിന് നമുക്കൊരു പിണ്ടി കിട്ടും, വാഴപ്പിണ്ടി. ഈ വാഴപ്പിണ്ടി എന്ന് പറയുന്നത് ചെത്തിയെടുത്തിട്ട് അതിൽ അക്ഷരങ്ങൾ കൊത്തിയെടുത്തിട്ട് ആ അക്ഷരങ്ങളിൽ ചായം മുക്കിയിട്ടുള്ള അച്ചടിയായിരുന്നു ഈ പറയുന്ന പത്രത്തിൽ നടത്തിയിരുന്നതാണ് വാഴത്തടം വിപ്ലവം എന്ന് പറയുന്നത്. വാഴയുടെ തടത്തിൽ നിന്നൊരു വിപ്ലവം കണ്ടെത്തി. അതായത് വിദേശ സഹായം ഇല്ലാതെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പത്രം അച്ചടിക്കുന്നു എന്ന് പറയുന്നു, അല്ലെ. അങ്ങനെ ഇവിടെ നിന്നും എന്ത് ചെയ്തു? ഒരു പത്രം ഇവരെ പ്രസിദ്ധീകരിച്ചതാണ് ജ്ഞാനപീയൂഷം എന്ന് പറയുന്ന ഒരു കൃതി, അല്ലെ. ജ്ഞാനപീയൂഷം ഇവിടെ നിന്നും ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച കൃതിയാണ് ജ്ഞാനപീയൂഷം എന്ന് പറഞ്ഞ ഒരു കൃതിയുണ്ട്. അതേപോലെ ഈ പ്രസിന്റെ പേരായിരുന്നു സെന്റ് ജോസഫ്സ് പ്രസ് എന്നായിരുന്നു അറിയപ്പെട്ട സെന്റ് ജോസഫ്സ് പ്രസ്. സെന്റ് ജോസഫ്സ് പ്രസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മാന്നാനത്താണ്. അങ്ങനെ മാന്നാനം സെന്റ് ജോസഫ്സ് പ്രസ് ആര് സ്ഥാപിച്ചു എന്ന് ചോദിച്ചാൽ
അത് നമ്മുടെ ചാവറയച്ചനാണ് സ്ഥാപിച്ചത്. ഈ പ്രസ്സിൽ നിന്നുമാണ് പിൽക്കാലത്ത് ഒരു പ്രമുഖമായ പത്രം അച്ചടിച്ച് പുറത്തിറങ്ങിയത്. അത് 1887 പ്രസിദ്ധീകരിച്ച ദീപിക പത്രമാണ്. ഈ ദീപിക പത്രം അറിയപ്പെടുന്നത് നസ്രാണി ദീപിക എന്നാണ് അറിയപ്പെടുന്നത്. ഈ നസ്രാണി ദീപിക പ്രസിദ്ധീകരിക്കാൻ മുൻകൈ എടുത്ത ഒരു വൈദികനുണ്ട്. ആ വൈദികന്റെ പേരാണ് നിധീരിക്കൽ മാണിക്കത്തനാർ എന്ന് പറയും. നിധീരിക്കൽ മാണിക്കത്തനാർ. അപ്പൊ നിധീരിക്കൽ മാണിക്കത്തനാറിന്റെ നേതൃത്വത്തിൽ 1887 കോട്ടയത്തെ മാന്നാനത്ത് സെന്റ് ജോസഫ്സ് പ്രസ്സിൽ നിന്നും പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേരാണ് നസ്രാണി ദീപിക എന്ന് പറയുന്നത്. ആ നസ്രാണി ദീപികയാണ് ഇവിടുത്തെ ആദ്യത്തെ പത്രം എന്ന രീതിയിൽ പറയുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ ചാവറയച്ചന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിയാൽ അദ്ദേഹം സാഹിത്യ രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ സാഹിത്യ രംഗം ഏതെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും. അദ്ദേഹം ഒരുപാട് കൃതികളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട ചില കൃതികളുണ്ട്. അതിലൊന്നാണ് നളാഗമം എന്ന് പറഞ്ഞത് അല്ലെ. നളാഗമമുണ്ട്. മറ്റൊരു കൃതിയുടെ പേരാണ് കൂനമ്മാവ് മഠം എന്ന് പറയും. കൂനമ്മാവ് മഠമുണ്ട്, നളാഗമമുണ്ട്, കൂനമ്മാവ് മഠമുണ്ട്. അതേപോലെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മണിയുണ്ട്. അതാണ് 40 മണി എന്ന് പറയുന്നത്. അപ്പോൾ 40 മണിയുടെ ക്രമം എന്ന് പറഞ്ഞ ഒരു കൃതിയും ഇദ്ദേഹത്തിന്റെ 40 മണിയുടെ ക്രമമുണ്ട്. പിന്നെയോ ധ്യാന സല്ലാപങ്ങൾ എന്ന് പറഞ്ഞ മറ്റൊന്നുണ്ട് അല്ലെ. ധ്യാന സല്ലാപങ്ങൾ എന്ന് പറയുന്നു. ധ്യാന സല്ലാപങ്ങളുണ്ട്. മറ്റൊന്ന് ആത്മാനുതപമുണ്ട്. ആത്മാനുതപമുണ്ട്. പിന്നെയോ ഒരു നല്ല അപ്പന്റെ ചാവരുൾ എന്ന് പറയുന്നുണ്ട് അല്ലെ. നല്ല അപ്പന്റെ ചാവരുൾ. പിന്നെയോ സീറോ മലബാർ സഭയുടെ കലണ്ടർ. സീറോ മലബാർ സഭയുടെ കലണ്ടർ എന്ന പേരിൽ ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട്. സീറോ മലബാർ സഭയുടെ കലണ്ടർ എന്ന പേരിൽ ഒരു കൃതിയുണ്ട്. പിന്നെയോ അനസ്തേസിയായുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്ന ഒരു കൃതിയും ആരുടേതായിട്ടുണ്ട്? ചാവറയച്ചൻ്റെതായിട്ടുണ്ട്. അപ്പൊ ചാവറയച്ചന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെന്ന് വെച്ചാൽ നളാഗമമുണ്ട്, കൂനമ്മാവ് മഠമുണ്ട്, പിന്നെയോ 40 മണിയുടെ ക്രമമുണ്ട്, ധ്യാനസല്ലാപങ്ങളുണ്ട്, ആത്മാനുതപമുണ്ട്, നല്ലപ്പന്റെ ചാവരുളുണ്ട്, പിന്നെ സീറോ മലബാർ സഭയുടെ കലണ്ടർ ഉണ്ട്, അനസ്തേസിയായയുടെ രക്തസാക്ഷിത്വമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ്? പാനപ്പാട്ട് എന്നൊരു പാട്ടുണ്ട്. പാനപ്പാട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ മരണ വീടുകളിലൊക്കെ പാടുന്ന ഒരു പാട്ടില്ല, മരണം വരും ഒരു നാൾ ഓർക്കുക മർത്യാനി എന്ന് പറയുന്ന ഒരു പാട്ടില്ല. അപ്പൊ അതേ മോഡലിലുള്ള പാട്ടുകളെയാണ് നമ്മൾ പാനപ്പാട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ പാനപ്പാട്ട് രചിച്ചിട്ടുള്ളത് ആര് തന്നെയാണ്? ചാവറയച്ചൻ തന്നെയാണ്. അപ്പൊ ചാവറയച്ചൻ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിക്കേ വിദ്യാഭ്യാസ മേഖലയിൽ സംസ്കൃത സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചു. പള്ളിയോടൊപ്പം പള്ളിക്കൂടം പറഞ്ഞു. പിന്നെയോ അദ്ദേഹം അച്ചടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1846 അല്ലെ വൈദേശിക സഹായമില്ലാതെ ഒരു പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കുകയും അവിടെ നിന്ന് അല്ലെ ജ്ഞാനപീയൂഷം എന്ന് പറഞ്ഞ കൃതി, അതേപോലെ തന്നെ നസ്രാണി ദീപിക എന്ന് പറയുന്ന ആ പത്രം നിധീരിക്കൽ മാണിക്കത്തനാരുടെ നേതൃത്വത്തിലേക്ക് പുറത്തിറക്കിയ ഒരു പ്രസ്സിൽ നിന്നാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു മേഖല, ഏത് മേഖല? പൗരോഹിത്യ മേഖല അല്ലെങ്കിൽ ക്രിസ്തുമത പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖല നോക്കിക്കഴിഞ്ഞാൽ 1831 അദ്ദേഹം അല്ലെ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന് പറഞ്ഞ CMI സഭ സ്ഥാപിച്ചു. അത് കഴിഞ്ഞിട്ട് 1866 CMC എന്ന് പറയുന്ന സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ മദേഴ്സ് ഓഫ് ദ കാർമൽസ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. പിന്നെയോ അമലോത്ഭവദാസ സംഘം എന്ന പേരിലും അദ്ദേഹം എന്ത് ചെയ്തു? ഒരു സംഘടന രൂപീകരിച്ചു. ഇങ്ങനെ അതുകൂടാതെ എന്ത് ചെയ്തു? ആ കൂനമ്മാവിലും അതേപോലെ മാന്നാനത്തും അർത്തുങ്കലിലും എല്ലാം അദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ പൗരോഹിത്യപരമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. പിന്നെയോ കാലത്തിന് മുന്നേ സഞ്ചരിച്ച നവോത്ഥാന നായകൻ എന്നാണ് അദ്ദേഹം നമ്മൾ വിശേഷിപ്പിക്കുന്നത്. പുരോഹിത ശ്രേഷ്ഠൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. കേരള സാക്ഷരതയുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പിന്നെയോ വികാരി ജനറൽ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ജനനസ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ കൈനകരിയാണ് ഇല്ലേ. അല്ലെ ഇദ്ദേഹത്തിന്റെ സഭ ഏതെന്ന് ചോദിച്ചാൽ സീറോ മലബാർ സഭയാണ്. ആദ്യമായിട്ട് കുർബാന ചൊല്ലി പൗരോഹിത്യ ക്രിയ നടത്തിയ ആരാധനാലയം ഏതെന്ന് ചോദിച്ചാൽ അത് അർത്തുങ്കലിലെ പള്ളിയാണ് അല്ലെ. സെന്റ് ആൻഡ്രൂസിന്റെ പള്ളിയാണ്, സെന്റ് ആൻഡ്രൂസ് പള്ളിയാണ് അവിടുത്തെ പള്ളി എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. അതോടൊപ്പം നമ്മുടെ അൽഫോൺസാമിയെയും വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനം നടന്നത് ഫെബ്രുവരി 8, 1986 മാന്നാനത്തെ പള്ളിയങ്കണത്തിൽ വെച്ചിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അത് നിർവഹിച്ചത്. ഇനി ഇദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്.
വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് 2014 നവംബർ മാസം 23-ാം തീയതിയാണ് അദ്ദേഹത്തെ വിശുദ്ധ പദവി എന്ന് പറയുമ്പോൾ കാനനൈസ്ഡ് ആണ്. വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ ബീറ്റിഫൈഡ് ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ കാനനൈസ് ചെയ്തത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അല്ലെ. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇദ്ദേഹത്തെ കാനനൈസ് ചെയ്തു. ആരോടൊപ്പം എന്ന് ചോദിച്ചാൽ അത് ഏവുപ്രാസ്യമ്മയോടൊപ്പമാണ്. അപ്പൊ അങ്ങനെയുള്ള വിശുദ്ധനായ നമ്മുടെ ചാവറ കുര്യാക്കോസ് അച്ഛൻ ചെയ്ത പ്രവർത്തനങ്ങൾ മാനിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ നമ്മൾ കേരള സാക്ഷരതയുടെ പിതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.